തൊടുപുഴ മുതലക്കോടത്ത് യുവാവ് കുഴിയിൽ വീണ് മരിച്ച സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. 27-കാരന് ജീവൻ നഷ്ടമായതിൽ ആർക്കും ഒരു വേദനയും തോന്നുന്നില്ല എന്ന് കോടതി ചോദിച്ചു. പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. സർക്കാരിന് എല്ലാ വകുപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും അറിവുണ്ടാകണമെന്നും കോടതി പറഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ പറഞ്ഞതുപോലെ തദ്ദേശ വകുപ്പും PWDയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. ഇതിനിടെയാണ് കോടതിയുടെ വിമർശനം. എന്തൊക്കെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത്? 2 ദിവസം മുമ്പാണ് അതിദാരുണമായ സംഭവം മുതലക്കോടത്ത് സംഭവിച്ചത്. യുവാവ് വാഹനവുമായി ഒരു കുഴിയിലേക്ക് വീണ് മരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിൽ പരസ്പരം വകുപ്പുകളെ പഴിചാരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഈ യുവാവിന്റെ മരണത്തെക്കുറിച്ച് പരാമർശിച്ചത്. 27 വയസ്സ് മാത്രമാണ് ആ യുവാവിന് പ്രായമുള്ളത്. ആ യുവാവിന്റെ മരണം മറ്റാർക്കും വേദന ഉണ്ടാക്കുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. എല്ലാ വകുപ്പുകളുടെയും ഏകീകരണം അല്ലെങ്കിൽ ഏകോപനം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു അപകടം ഉണ്ടായ ശേഷം വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര പഴിചാരലിന് അപ്പുറത്തേക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ വേണം എന്ന് കോടതി പറഞ്ഞു. ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പരിശോധന എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയിക്കാനുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.